വലിയ സങ്കടമുള്ളൊരു കാര്യമാണ് നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഇന്നലെ ഒരു അമ്മ നായയുടെ കടിയേറ്റ് മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇന്നലെ വൈകുന്നേരമാണ് ആ സംഭവം ഉണ്ടായത്. മുഖം നായ കടിച്ചുകൊണ്ട് പോകുന്ന ഏറ്റവും ദാരുണമായ സംഭവമാണ് നമ്മുടെ മുൻപിലേക്ക് വൈകുന്നേരം വന്നത്. ഷാജഹാൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന് രാവിലെ നമ്മളോടൊപ്പം. ഈ ക്രിസ്മസ് ദിനത്തിൽ കേൾക്കേണ്ടി വരുന്നത് ഏറ്റവും സങ്കടം നിറഞ്ഞൊരു വാർത്ത തന്നെയാണ്. ഷാജി, ഞാൻ ഗുഡ് മോർണിംഗും പറയുന്നില്ല, ക്രിസ്മസ് ആശംസയും പറയുന്നില്ല ഈ ഘട്ടത്തിൽ, കാരണം അത് പറയാൻ പറ്റിയ സാഹചര്യമല്ല. ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു വാർത്ത ഇന്നലെ വൈകുന്നേരം നമ്മുടെ മുൻപിലേക്ക് വന്നു. ഒരമ്മയ്ക്ക് നായയുടെ കടിയേറ്റ് ദാരുണാന്ത്യം. സംസ്കാര ചടങ്ങുകൾ ഇന്നാണല്ലേ? തീർച്ചയായിട്ടും മനു, ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റമായിട്ടുള്ള വലിയ ഈ സംഭവം നടന്നു. അമ്മ 88 വയസ്സുകാരി താമസിച്ചിരുന്നത്. ഇവരെ ഇവിടെ ആക്കിയ ശേഷം മകനും അതോടൊപ്പം തന്നെ മകളും പുറത്തു പോരുന്നു. ഇവർ തകഴി ആണ് താമസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ടാണ് ഇവരിവിടെ താമസമുള്ളത്. ഈ വീട്ടിനുള്ളിലാണ് നായി കടന്നു വന്നത്. ഈ ഗേറ്റ് അടച്ചതിന് ശേഷമാണ് അവർ പുറത്തേക്ക് പോയത്. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് 2 മണിക്ക് ശേഷമാണ് സംഭവം ഉണ്ടായത് എന്നാണ് പറയാൻ നമുക്ക്. എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വീടിനോട് തൊട്ട് ഷാജി, എന്തോ റേഞ്ചിന്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ടല്ലോ. ഇടയ്ക്ക് നമ്മുടെ വിഷ്വൽ കട്ടായി പോകുന്നു. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. ഇവിടെ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ വീടിനോട് ചേർന്ന് ചെറിയ ചായ്പുണ്ട്. ഈ ചായ്പിലായിരുന്നു ഈ അമ്മ താമസിച്ചിരുന്നത്. ഇവിടെ വന്നാണ് ഈ നായ്ക്കളെല്ലാവരും ചേർന്ന് കൂട്ടമായിട്ട് ഈ അമ്മയെ കടിച്ച് കൊലപ്പെടുത്തിയത്. ഇവരുടെ ശരീരത്തിൻ്റെ മുഖത്തിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടായിരുന്നില്ല. രക്തത്തിൻ്റെ കറയൊക്കെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് മനു. എന്തായാലും ഈ 88 വയസ്സുകാരിയുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടക്കും. എന്തായാലും നാട്ടുകാരുമൊക്കെ തന്നെ വളരെയധികം വിഷമത്തിലൊക്കെയാണ്. പക്ഷേ ഇവർ നാട്ടുകാരുമൊക്കെ ആയിട്ട് വലിയൊരു സൗഹൃദമുണ്ട കുടുംബമല്ല എന്നാണ് പറയുന്നത്. ഇതിന് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വളർത്തുനായ ഉണ്ടായിരുന്നു. അതിനും കടിയേറ്റിരുന്നു. പക്ഷേ അതിൻ്റെ ചങ്ങലയ്ക്കായതുകൊണ്ട് തന്നെ അതിനെ ഈ അമ്മയെ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈ അമ്മ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയമാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം എന്തായാലും ഉണ്ടായത്. മനു, ശരി ഷാജി, അധികം ചോദിച്ച് അതിൻ്റെ ഒരു വേദന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനും വിഷമിപ്പിക്കുന്നില്ല, കാരണം ഏറെ സങ്കടം നിറഞ്ഞതാണ്. ഒരു അമ്മയെ നായ കടിച്ചു കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ വൈകുന്നേരം അവിടെ നിന്നുണ്ടായത്. അത് പറയുമ്പോൾ എങ്ങനെ അത് പറഞ്ഞു ഫലിപ്പിക്കണമെന്ന് എനിക്കറിയില്ല, കാരണം അത്രമാത്രം സങ്കടം മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം ഒരുപാട് സന്തോഷകരമായ കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിൽ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ മടങ്ങിയെത്തുമ്പോൾ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയേണ്ടി വരുമ്പോൾ അതേറെ ദുഃഖകരമാണ്. ഷാജഹാനാണ് വിവരങ്ങൾ നമുക്ക് നൽകാൻ ശ്രമിച്ചത്.